ഇപ്പോൾ ഉള്ള മിക്ക ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിലും പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അത് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ലൈൻ. എനിക്കറിയാം ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ഒരു ഫീച്ചറല്ല, അതൊരു പ്രോബ്ലമാണ്. ഈ ഒരു ഗ്രീൻ ലൈൻ വരാനുള്ള റീസൺ നോക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഗ്രീൻ ലൈൻ ഉണ്ടെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോൺ ഏതാണ്, അതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഗ്രീൻ ലൈനിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് വരാനുള്ള 2 റീസൺ അല്ലെങ്കിൽ അത് കിട്ടാനുള്ള 2 മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ലൈൻ വരുന്നതായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ OLED ഡിസ്പ്ലേസ് ആണെങ്കിൽ ആ ഒരു OLED ഡിസ്പ്ലേ ലൈറ്റപ്പ് ചെയ്യുന്നത് ഓരോ പിക്സൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ലൈറ്റപ്പ് ചെയ്യുന്നത്. അപ്പം അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള വോൾട്ടേജ് ഉണ്ട്. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വോൾട്ടേജ് മറികടക്കുമ്പോൾ ആ ഒരു പിക്സൽ ഡാമേജ് ആവും. അങ്ങനെ ഡാമേജ് ആവുന്ന സമയത്ത് നമ്മുടെ ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഗ്രീൻ ലൈൻ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ബെഞ്ച് മാർക്കും കാര്യങ്ങൾ റൺ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒന്ന് കുത്തിയിടുക ഒരു 2 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഓവറായിട്ടുള്ള വോൾട്ടേജ് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഡിസ്പ്ലേയിലെ പിക്സൽ അടിച്ചു പോകുന്നതും ആ ഒരു ഗ്രീൻ ലൈൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഗ്രീൻ ലൈൻ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് ഇല്ലാത്ത സ്മാർട്ട് ഫോണിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇനി ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഗ്രീൻ ലൈൻ്റെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. 2022 കുറച്ചും കൂടെ അത് എന്താ പറയുക ഇമ്പ്രൂവ് ആയിട്ട് വന്നത്. ഈ ഒരു ഇഷ്യൂ കുറച്ചും കൂടെ കൂടി വന്നത് 2022 സാംസങ്ങിൻ്റെ S20+ എന്ന് പറയുന്ന ആ ഒരു മോഡലിൽ ഗ്രീൻ ലൈൻ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആ ഒരു മോഡലിന് തന്നെ അല്ലെങ്കിൽ ആ ഒരു സീരീസിൽ തന്നെ ഈ സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോണിന് ഗ്രീൻ ലൈൻ വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ കുറേ ആൾക്കാർ പെറ്റീഷനും കാര്യങ്ങളും അത് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയായിരുന്നു. ഇപ്പോൾ 2023 ആയപ്പം ഈ ഒരു ഫീച്ചറല്ല ഈ ഒരു പ്രോബ്ലം നമ്മുടെ സാംസങ്ങിൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു ബ്രാൻഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് നമ്മുടെ OnePlus. നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് OnePlusൻ്റെ OnePlus 7T Proയിലും അതുപോലെ OnePlus 8 Proയിലും OnePlus 8ലും ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ OnePlusൻ്റെ പുതിയ സീരീസിലും വന്നുകൊണ്ടിരിക്കുകയാണ്. OnePlus 9ലും 9R ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ അവരിങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ഈ ഒരു ബ്രാൻഡിൽ മാത്രമല്ല മറ്റ് കുറച്ച് പ്രമുഖരായ ബ്രാൻഡുകളിലും ഈ ഒരു ഇഷ്യൂസ് കണ്ടുവരുന്നുണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് നമ്മുടെ സാംസങ്, ഞാൻ പറഞ്ഞത് സാംസങ്ങിൻ്റെ S20+ എന്ന് പറയുന്ന ആ ഒരു മോഡലിലാണ് ഫസ്റ്റ് വന്നത്. അതിനുശേഷം നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലായുള്ള S21 അതുപോലെ S21 അൾട്രയിലൊക്കെ ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതായത് സാംസങ് ഗാലക്സി S20 വന്നായിരുന്നു, S20+ വന്നായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ പിന്നെ M സീരീസിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള S21 അൾട്രയിലും അതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ C ഫ്ലിപ്പിൽ വരെ ആ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും എന്തൊക്കെ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിരിക്കുന്ന മറ്റ് ബ്രാൻഡുകളും ഇതിൻ്റെ ഒപ്പം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓപ്പോൻ്റെ സൈഡിൽ നിന്ന് ഓപ്പോ റെനോ സീരീസിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈവൻ വിവോൻ്റെ ആ ഒരു വിവോ X സീരീസിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ആ ഒരു സീരീസിലും ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും കാര്യമാക്കാണ്ട് മോട്ടറോളയും ഇവരുടെ കൂടെ കൂടി, അതായത് ഈ ഒരു പുതിയ ഫീച്ചറല്ല ഈ ഒരു ഗ്രീൻ ലൈൻ നമുക്ക് ഈ ഒരു മോട്ടറോള കുറച്ച് സ്മാർട്ട് ഫോൺസിലും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആരെങ്കിലും എന്തൊക്കെ ചെയ്യുന്നത് കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്ന റിയൽമി, അവരും ഇവരുടെ ഒപ്പം കൂടി റിയൽമിയുടെ കുറച്ച് സ്മാർട്ട് ഫോൺസിലും ഇതുപോലെ ഗ്രീൻ ലൈനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ബ്രാൻഡിനും ഇതുപോലൊരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത നത്തിങ് ഫോൺ, കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത നത്തിങ് ഫോൺ 1ലും ചില മോഡൽസുകളിൽ ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെയും കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ ഫീച്ചർ കൊണ്ടുവന്നിട്ട് പറയും വേൾഡ് ഫസ്റ്റ് എവർ ഫീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സ്വന്തം ആപ്പിൾ. അവരും ഈ ഒരു ഗ്രീൻ ലൈൻ എന്ന് പറയുന്ന ഫീച്ചർ നമ്മുടെ ഐഫോൺ യൂസേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരതിൽ കുറച്ചും കൂടെ ഡിസൈനും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഗ്രീൻ ലൈൻ മാറ്റിയിട്ട് വൈറ്റ് ലൈനാണ് കൊണ്ടുവരുന്നത്. അതും ഡബിൾ മടങ്ങ് സൈസിലുള്ള ലൈനും കാര്യങ്ങളാണ് ആപ്പിൾ യൂസേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഐഫോൺ യൂസേഴ്സിന് വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതായത് ചെറിയ ഫീച്ചേഴ്സിനെ അവർ എത്രമാത്രം അവരുടെ രീതിയിൽ ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റിയോ അത്രയും രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും നമ്മുടെ ഐഫോൺ യൂസേഴ്സിന് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഐഫോൺ വരുന്ന സമയത്ത് വൈറ്റ് കളറും അതുപോലെ ആൻഡ്രോയിഡിലേക്ക് വരുന്ന സമയത്ത് ഗ്രീൻ കളറുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ലൈൻ വരാനുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡ്വെയറിൻ്റെ ഇഷ്യൂ അല്ല, അല്ലെങ്കിൽ ഫോൺ നിങ്ങളുടെ നിലത്ത് വീണ് കഴിഞ്ഞാലുള്ള ഇഷ്യൂ അല്ല. ബേസിക്കലി ഇത് സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആണ്. അതായത് അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഒരു ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു ബ്രാൻഡ് മാത്രമാണ് അവരുടെ തെറ്റ് തിരുത്തി അല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്തത്. OnePlus അവരുടെ സൈഡിൽ നിന്ന് ഏതൊക്കെ മോഡൽസിലാണ് വന്നത് അതിൻ്റെ ആ ഒരു റീപ്ലേസ്മെൻറ്റ്, അതായത് ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് അത് റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ മറ്റ് ബ്രാൻഡുകൾ ഇതുവരെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർ അനങ്ങുള്ളൂ. അപ്പോൾ എന്ത് തന്നെയാലും ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉള്ള എല്ലാ സ്മാർട്ട് ഫോണും അവർ തിരിച്ചു വാങ്ങിയിട്ട് പുതിയൊരു സ്മാർട്ട് ഫോൺ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ എന്തോരം പൈസ കൊടുത്തിട്ടൊരു സ്മാർട്ട് ഫോൺ വാങ്ങുകയാണ്, അതിങ്ങനെ അവരുടെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോൺ നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ നമ്മളതിന് വേണ്ടി റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ നടക്കണം. അതിന് 1 മാസം അല്ലെങ്കിൽ 2 മാസം എടുക്കും. ഫോൺ കൈ തിരിച്ച് കിട്ടാൻ വേണ്ടി അതിലും ടൈം എടുക്കും. സോ അതിലും ഭേദം ഈ ഒരു ഫോൺ റീകോൾ ചെയ്ത ശേഷം അതിൻ്റെ പുതിയൊരു മോഡൽ പ്രൊവൈഡ് ചെയ്യുക വിത്ത് നോ ഇഷ്യൂസ്. സോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതാണ് ഒരു സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നു. OnePlus ഒക്കെ ചെയ്ത പോലെ ചെയ്യുവാണെങ്കിൽ, മറ്റ് ബ്രാൻഡുകൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ
യൂസേഴ്സിന് ഉപകാരമായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതാണ് വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.